സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കലയോട് അവഗണന തുടർന്ന് സർക്കാർ ആവശ്യത്തിന് ലൈഫ് ഗാർഡുകളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും നൽകുന്നില്ലെന്നാണ് പരാതി. തിരയിൽപ്പെട്ടുള്ള അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് വർക്കലയെ വിനോദസഞ്ചാര വകുപ്പ് കണ്ടില്ലെന്ന് നടിക്കുന്നത്. ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിലിടം പിടിച്ച കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രത്തോടാണ് സംസ്ഥാന സർക്കാർ അവഗണന തുടരുന്നത്. വിനോദസഞ്ചാരികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്നാണ് പ്രധാന പരാതി. പാപനാശമടക്കം വർക്കലയിലെ 6 ബീച്ചുകളിൽ സുരക്ഷയൊരുക്കാൻ ആകെയുള്ളത് 19 ലൈഫ് ഗാർഡുകൾ മാത്രം. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഗാർഡുകളെ നിയോഗിക്കുമ്പോൾ ഒരു നേരം എല്ലാ തീരങ്ങളിലുമായി ജീവൻ കാക്കാനുള്ളവരുടെ എണ്ണം 10-ൽ താഴെയായി കുറയും. കാപ്പിൽ ബീച്ചിൽ ഒരു ദിവസം 2 പേര്, അതായത് ഒരു ഷിഫ്റ്റിൽ 2 പേര്, 2 ഷിഫ്റ്റായിട്ട് 4 പേര്. വെറ്റക്കട ബീച്ചിൽ ഒരു ഷിഫ്റ്റ് ഒരാൾ, അടുത്ത ഷിഫ്റ്റ് ഒരാൾ 2. മാന്തറ ഇതുപോലെ 1-1 ഒരു ഷിഫ്റ്റ് ഒരാൾ, അടുത്ത ഒരാൾ. ഓടയം 1-1 ഒരു ഷിഫ്റ്റ് ഒരാൾ, അടുത്ത ഷിഫ്റ്റ് ഒരാൾ. പിന്നെ ഏണിക്കൽ ബീച്ച് അവിടെ ഒരു ദിവസം ഒരാൾ, ഒരു ഷിഫ്റ്റ് ഒരാൾ, അടുത്തൊരു ഷിഫ്റ്റും ഒരാൾ. പാപനാശം ബീച്ചിൽ ഒരു നേരം ഡ്യൂട്ടിയിലുള്ളത് 3 പേർ മാത്രം. കാപ്പിൽ, വെറ്റക്കട, ഓടയം, മാന്തറ ബീച്ചുകളിൽ ഓരോരുത്തരും ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യുന്നു. ആലിയിറക്കം ബീച്ചിൽ ആരെയും നിയമിച്ചിട്ടില്ല. ബീച്ചുകളുടെ എണ്ണവും സഞ്ചാരികളുടെ വർധനവും കണക്കിലെടുക്കുമ്പോൾ ഗാർഡുമാരുടെ ജോലിഭാരവും കൂടുതലെന്ന് സാരം. ഡ്യൂട്ടി പ്ലേസിൽ ഒരു ഷിഫ്റ്റ് 2 പേര് വേണം. കാരണം ഒരാളെ ഒരു അപകടം നടന്നിറങ്ങി പെട്ടെന്ന് അത് നടന്നു പോകുന്ന രക്ഷാമാർഗത്തിൽ പോകുന്ന സമയത്ത് രക്ഷാമാർഗ ഉപകരണമായിട്ട് അടുത്ത ആളെ, അത് ശരിക്കും ലൈഫ് ഗാർഡിന്റെ ഒരു റൂൾസ് ഒരു ഡ്യൂട്ടി പ്ലേസ് 2 പേര് വേണമെന്നാണ്. അപകടത്തിൽപ്പെടുന്നവരുടെ സുരക്ഷയൊരുക്കാനും സ്വന്തം ജീവൻ രക്ഷിക്കാനും ആവശ്യത്തിന് ഉപകരണങ്ങൾ ഇല്ലെന്നാണ് ഇവർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ആളിനെ തന്നെങ്കിൽ പോലും രക്ഷാമാർഗത്തിലുള്ള ഉപകരണങ്ങളെ ഈ മാസം 8-ാം തീയതി ആകുമ്പോഴത്തേക്ക് ലൈഫ് ഗാർഡ് നിയമിച്ചിട്ട് 1 മാസമാകും. രക്ഷാമാർഗത്തിലുള്ള ഉപകരണങ്ങൾ ഇതുവരെ കിട്ടിയില്ല. അതിനുപരി തന്നെ ഈ പോയ ആൾക്കാർ ബാക്കിയുള്ള 5 ഡ്യൂട്ടി പ്ലേസ് കാപ്പിൽ, വെറ്റക്കടവ്, മാന്തറ, ഓടയം, ഏണിക്കൽ ഇവർ വരും വരുത്തി കഠിനമായ ചൂടിലും അവർക്ക് ഇരിക്കാനുള്ള യാതൊരു അടിസ്ഥാനത്തിൽ കൂടെ ഇല്ല. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് പ്രതിദിനം വർക്കലയിലെ ഓരോ ബീച്ചുകളിലും എത്തുന്നത്. അപകടങ്ങളും അപകട മരണങ്ങളും നിത്യസംഭവവുമാണ്. ലൈഫ് ഗാർഡുകളുടെ എണ്ണം കൂട്ടുന്നതിനൊപ്പം ടൂറിസം പോലീസിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.